അസ്സലാമലൈക്കും. ഇപ്പം നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ ആണ്, ഒരു ഈവനിങ് വ്ളോഗ് പോലെ എടുത്തിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ വൈകിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പോണ വഴിക്ക് ഒരു കടയിൽ നിന്ന് മറ്റേ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച്, വേറൊരു കടയിൽ നിന്ന് ചായയും മേടിച്ച് ചായയൊക്കെ കുടിച്ച് പതുക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ചാനലിൻ്റെ പേരിട്ടിരിക്കുന്നത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും പേര് ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ ആ ചാനലിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പതുക്കെ നേരെ അഴീക്കോട് ബീച്ചിൽ പോയി. അപ്പോൾ അവിടെ പോയി ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വർക്കിംഗ് ഡേയ്സിൽ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളും ഉണ്ടാവാറില്ല. ഞങ്ങൾ പോയതും ഒരു 3:30 നേരത്താണ്. അപ്പോൾ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്നപ്പോൾ തന്നെ ചെന്ന് കയറുന്നോടെ തന്നെ ഒരു ചേട്ടൻ ഉപ്പിലിട്ടൊക്കെ ആയിട്ട് അപ്പോൾ കടകളൊക്കെ തുറന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ നിന്ന് മാങ്ങയും പൈനാപ്പിളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കടപ്പുറത്ത് പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു സൈഡിലായിട്ട് ഒരു നിര മൊത്തം ചീനവല കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് പൊന്തിച്ച് വെച്ചേക്കണമൊന്നും താഴ്ത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പോന്നു. നേരെ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നേരെ പോയി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം മഗ്‌രിബിൻ്റെ സമയം ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലോട്ട് പോയി മേടിച്ച സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് കയറിയത്. അപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം 9:45 സിനിമയ്ക്ക് ഷോയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഒരു 12 മണി 12:15 ഒക്കെ ആവുമല്ലോ. അപ്പോൾ എല്ലാം കഴിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കിച്ചണിലെല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം നേരെ മേടിച്ച സാധനങ്ങളും പച്ചക്കറികളൊക്കെ എല്ലാം ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ ഉള്ളി സവാള ഇതൊക്കെ വേർതിരിച്ച് വെച്ചു. അപ്പോൾ കുറച്ച് പച്ചക്കറി നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങൾ മേടിച്ചതാണിത്. അപ്പോൾ അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ മുരിങ്ങക്കായും പീച്ചിങ്ങയും ഞാൻ അത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ്. അപ്പോൾ കോവയ്ക്കയും മുരിങ്ങക്കായും പീച്ചിങ്ങയൊക്കെ കൂടെ ഒറ്റൊരു കവറിലാക്കിങ്ങായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വെച്ചതിന് ശേഷം ഉച്ചക്കലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി എടുക്കാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വയ്ച്ചു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവ് അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അരി വെള്ളത്തിലിടില്ല, ഉഴുന്ന് മാത്രം വെള്ളത്തിലിടുള്ളൂ. അപ്പോൾ അരിപ്പൊടി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസല്ല എന്നാൽ അധികം ടൈറ്റും അല്ലാത്തൊരു കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്യും. അതിന് ശേഷം ഉഴുന്നും ചോറും ഇച്ചിരി സോഡാപ്പൊടിയും കൂടെ ഇട്ടിങ്ങായിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഉച്ചക്കലത്തെ ചോറ് ഞാൻ ആ പാത്രത്തോടുകൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഉഴുന്നിൻ്റെ ഒപ്പം ഇട്ട് പിന്നെ സോഡാപ്പൊടി ഇട്ടു. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും കുറച്ച് വെള്ളത്തിൽ. അതിന് ശേഷം നേരത്തെ കുഴച്ച് വെച്ച അരിപ്പൊടിയുടെ മാവിലേക്ക് ഈ ഉഴുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഞാൻ അല്ലാണ്ട് ഇങ്ങനെ അരി വെള്ളത്തിലിട്ടിട്ട് അരിയും ഉഴുന്നും അരയ്ക്കാറില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിൽ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി കൂടെ ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ അരച്ചിങ്ങായിട്ട് അതിന് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ മറ്റേ ഇതില്ലേ ചതയ്ക്കുന്നത് അത് വെച്ച് കൊടുത്തിട്ട് പിന്നെ നേരെ ഗ്യാസ് അടുപ്പുമ്പോൾ കയറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് രാവിലേക്കുള്ള ഉണക്കമുന്തിരിയും അത്തിപ്പഴവും വെള്ളത്തിലിട്ട് വെച്ചു. അപ്പം എനിക്ക് അത്തിപ്പഴം വെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെയാണ് കഴിക്കേണ്ടത് കേട്ടോ. അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ മുന്തിരി വെള്ളത്തിലിട്ടതും റാഷ്കി ഒരു പാത്രത്തിൽ അത്തിപ്പഴം വെള്ളത്തിലിട്ടതും അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ കഴിക്കുക വരുമ്പോഴേക്കിൽ. ഉണക്കമുന്തിരി ആണെങ്കിലും അത്തിപ്പഴമാണെങ്കിലും വെള്ളത്തിലിട്ടിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ. അത് ഒരുപാട് രോഗങ്ങൾക്കും PCOD പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഞങ്ങൾ നേരെ സിനിമയ്ക്കായിട്ട് ഇറങ്ങി. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അവിടെ കയറി പുട്ടുപൊടി, പയർ, കടല, അപ്പത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ നമ്മുടെ സോയാബീൻ, കോൺഫ്ലവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ
അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുപൊടിയും അപ്പത്തിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ പാക്കറ്റാണ് എടുക്കാറ്. അതുപോലെ പയർ, കടല അങ്ങനെയുള്ളതൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയാണ് മേടിക്കുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി മേടിക്കാറുള്ളൂ. അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തൊരുവിധം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബില്ല് ചെയ്തതിന് ശേഷം അപ്പോഴത്തേനും ഏകദേശം സമയമാവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ വേഗം പോയി. പോണ വഴിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവരെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ പടത്തിന് പോയി. ഇതിൻ്റെ ഇടയിൽ കുറേ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫോണിൽ ചാർജ് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ പടമൊക്കെ കണ്ടു. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻറ്റും കൂടെ ഇടാം. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നറിയാം ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ അതും കമൻറ്റിൽ ഇടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.